ആവേശകരമായി പെരിന്തൽമണ്ണയിൽ കുതിരയോട്ട മത്സരം. ദുബായ്പടി സൂപ്പർസോണിക് ക്ലബ്ബാണ് സൗത്ത് ഇന്ത്യൻ ഹോഴ്സ് റൈസിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. തമിഴ്നാട് നിന്നുള്ള ജോക്കികൾ ഓടിച്ച കുതിരകളാണ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്. ഫുട്ബോളിനും ക്രിക്കറ്റിനും പേരുകേട്ട പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണൊരു കുതിരയോട്ട മത്സരം നടക്കുന്നത്. അതും സൗത്ത് ഇന്ത്യൻ ഹോഴ്സ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ്. ദുബായ് പടിയിലെ പാടത്ത് നടന്ന കുതിരയോട്ട മത്സരം കാണികളിൽ അത്യന്തം ആവേശം നിറച്ചു. ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെയും തമിഴ്നാട്ടിലെയും കുതിരകളെ മത്സരിപ്പിച്ചു. ജോക്കികൾ ആവേശത്തോടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും കുതിരകളെ കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പറന്നു. ദുബായ് പടി സൂപ്പർസോണിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ, സെക്രട്ടറി തീയാടിയിൽ പ്രദീപ്, ട്രഷറർ പി പ്രജോഷ് തുടങ്ങിയവർ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി. പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യൻ കുതിരോട്ട മത്സരം നടക്കുന്നത്. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് സംഘാടകർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് 62ഓളം കുതിരകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മനോഹരമായി സംഭവം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുന്നുണ്ടോ? കാരണം ഇതുവരെ നമ്മൾ പെരിന്തൽമണ്ണയിൽ ഇത് നടന്നിട്ടില്ല. അപ്പൊ ഇനി ഞങ്ങൾക്ക് ജനങ്ങളുടെയും ആൾക്കാരുടെ പങ്കാളിത്തം കൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി നല്ല ആവേശമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൽ. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ ഹോഴ്സ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണി വരെ നടന്ന മത്സരം കാണാൻ ആയിരക്കണക്കിന് കാണികൾ എത്തിയിരുന്നു. പെരിന്തൽമണ്ണയിൽ ആദ്യമായി നടന്ന ഹോഴ്സ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിലുള്ള സന്തോഷം നഗരസഭാ കൗൺസിലർ റാസിഖ് പങ്കുവച്ചു. നമ്മുടെ പെരിന്തൽമണ്ണയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു പരിപാടി ഇവിടെ സൂപ്പർസോണിക് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ വളരെ ആവേശകരമായിട്ടുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായിട്ട് വളരെയധികം ഫേമസ് ആയിട്ടുള്ള നിരവധി ഹോഴ്സുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. റേസിംഗിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന മികച്ച, അതായത് ഫേമസ് ആയിട്ടുള്ള കുതിരകൾ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ജനങ്ങൾ, നാട്ടുകാരെല്ലാവരും വളരെ ആവേശത്തിലാണ്. 19.35 സെക്കൻഡിൽ ഫിനിഷിംഗ് പോയിന്റ് കടന്ന തമിഴ്നാട് മകിലമതി ഫാമിലെ നന്ദു ഓടിച്ച സുജി എന്ന കുതിരയാണ് മത്സരത്തിൽ ഒന്നാമതെത്തിയത്. 19.63 സെക്കൻഡിൽ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള ജോക്കി കിഷോർ ഓടിച്ച റാസക്കുട്ടി എന്ന കുതിര രണ്ടാമതെത്തി. നിലമ്പൂർ KRM ഫാമിലെ നൗഫൽ ജോക്കിയായ പരീക്കുട്ടി എന്ന കുതിര 19.65 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് 3ാം സ്ഥാനവും നേടി. 1, 2, 3 സ്ഥാനക്കാർക്ക് ട്രോഫികൾക്ക് പുറമെ 50,000 രൂപ, 25,000 രൂപ, 10,000 രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.